ഇനിയും ഈ വഴിയെ ഭാഗം 7. ഭാഗീരഥി അമ്മയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്ന മഹിയുടെ മുഖത്തെ ചിരിയും സന്തോഷവും കണ്ട് എല്ലാവരുടെയും കണ്ണുകൾ കുറുകി. അവൻ ചുറ്റും നിന്നവരെ നോക്കി ചിരിച്ചു. അച്ഛനും ചെറിയച്ഛനും അമ്മാവനും പിന്നെ വിശ്വനമ്മാവനും കൂടി വിനയേട്ടൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അമ്മയും അമ്മായിയും ചെറിയമ്മയും വിനയേട്ടൻ്റെ അമ്മയും സെറ്റിയിലും കസേരകളിലുമൊക്കെ ആയിരുന്ന് ചർച്ചകളിലായിരുന്നു. കീർത്തിയും നേത്രയും കൈകൾ കോർത്തു പിടിച്ചു നിന്ന് എന്തൊക്കെയോ പറഞ്ഞ് അടക്കി ചിരിക്കുന്നുണ്ട്. ആമ്പൽ നഖം കടിച്ച് ചുമരിൽ ചാരി നിന്ന് എന്തോ ആലോചനയിലാണ്. അവൻ നേരെ അവളുടെ അടുത്തേക്ക് നടന്നു. അവളുടെ തൊട്ടു മുന്നിൽ ചെന്ന് നിന്ന് ചിരിച്ച് തലയാട്ടിക്കൊണ്ട് അവളെ അടിമുടി ഒന്ന് നോക്കിയിട്ട് മുഖം അവളുടെ ചെവിക്കരികിലേക്ക് അടുപ്പിച്ചുകൊണ്ട് അവൻ മെല്ലെ പറഞ്ഞു, മനസ്സിലായി. വായിലിരുന്ന നഖം തുപ്പിക്കളഞ്ഞിട്ട് അവൾ കണ്ണുകൾ മിഴിച്ച് അവനെ നോക്കി. എന്ത് മനസ്സിലായെന്ന്? കൊച്ചു ഗള്ളി, എല്ലാം ഉള്ളിലൊതുക്കി വെച്ചിരിക്കുകയായിരുന്നല്ലേ? എന്തോന്ന്? നീ എന്താ പിച്ചും പെയ്യും പറയുന്നേ? അച്ചമ്മയുടെ കയ്യിൽ നിന്ന് തലക്കടി കൊണ്ടോ? അപ്പോഴേക്കും അച്ഛനും അമ്മാവനും കൂടി അവളുടെ അടുത്തേക്കെത്തി. അതിനു പുറകെ ബാക്കിയുള്ളവരും. എന്താടാ, എന്താ അമ്മ പറഞ്ഞത്? എല്ലാവരെയും തള്ളിമാറ്റി മുന്നിലേക്ക് വന്ന അമ്മയാണ് ചോദിച്ചത്. ഞാൻ പറയാം. പുറകിൽ നിന്നും അമ്മമ്മയുടെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി. വാതിൽപ്പടിയിൽ ചാരി നിന്നിരുന്ന അമ്മമ്മ മെല്ലെ നടന്നു വന്ന് സെറ്റിയിലേക്കിരുന്നു. രണ്ടാളും ഇവിടെ വാ. അമ്മമ്മ കൈകാട്ടി വിളിച്ചത് കണ്ട് മഹിയും ആമ്പലും അടുത്തേക്കു ചെന്നു. അമ്മമ്മ രണ്ടുപേരെയും പിടിച്ച് ഇരുവശത്തുമായി സെറ്റിയിൽ ഇരുത്തി. രണ്ടുപേരുടെയും കൈകളെടുത്ത് തൻ്റെ കയ്യിലേക്ക് പിടിച്ചിട്ട് അമ്മമ്മ എല്ലാവരെയും നോക്കി ചിരിച്ചു. നിങ്ങൾ കേട്ടതെല്ലാം ശരിയാണ്. കുട്ടികൾക്ക് പരസ്പരം ഇഷ്ടമാണ്. വേറൊരു കല്യാണത്തിനും അവർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. ഇലക്ട്രിക് കസേരയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് ആദ്യത്തെ ഷോക്ക് കൊടുത്തതുപോലെ ആമ്പൽ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അമ്മമ്മ അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് തിരികെ ഇരുത്തി. അവൾ പകച്ച കണ്ണുകളോടെ അമ്മമ്മയെയും മഹിയെയും നോക്കി. അവനാണെങ്കിൽ പൊട്ടം ആട്ടം കാണുന്നത് പോലെ എല്ലാവരെയും നോക്കി വെളുക്കെ ചിരിച്ചുകൊണ്ടിരിപ്പാണ്. ഇവനിതെന്താ പറ്റിയതെന്ന് ചിന്തിക്കുന്നതിനിടയിൽ മുന്നോട്ട് വന്ന അപ്പച്ചിയെ അവൾ പ്രതീക്ഷയോടെ നോക്കി. അമ്മ ഇതെന്ത് കണ്ടിട്ടാ ഈ തലക്ക് വെളിവില്ലാത്തവനെ കൊണ്ട് ഇവളെ കെട്ടിക്കാൻ പോണത്? സ്വന്തം അമ്മയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയ സന്തോഷത്തിൽ മഹി ഇളിച്ചുകൊണ്ട് അല്പം മാറി നിന്നിരുന്ന കീർത്തിയെയും നേത്രയെയും നോക്കി. അവർ രണ്ടുപേരും സൂപ്പർ എന്ന് കൈകൾ കൊണ്ട് ആഗ്യം കാണിച്ചതോടെ അവൻ ഒന്നുകൂടി ഉറപ്പിച്ച് അങ്ങോട്ടിരുന്ന് അമ്മയെ നോക്കി ഒന്ന് പുച്ഛിച്ചു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടാളും പരസ്പരം വിവാഹം കഴിച്ച് എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാകണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. പരസ്പരം തല്ലുപിടിക്കുമായിരുന്നെങ്കിലും രണ്ടാൾക്കും ഉള്ളിൽ ഇഷ്ടമായിരുന്നെന്ന കാര്യം ഇന്നാണ് ഞാൻ അറിഞ്ഞത്. അമ്മേ, എന്നാലും അവൾ അവനേക്കാൾ മൂത്തതല്ലേ? അമ്മാവൻ ചോദിച്ചത് കേട്ട് തനിക്ക് ലഭിക്കാൻ പോകുന്ന പ്രോത്സാഹന സമ്മാനങ്ങൾ തട്ടിയെടുക്കാൻ വന്ന ശത്രുവിനെ പോലെ അവൻ അമ്മാവനെ നോക്കി. എന്തോന്ന് മൂത്തതെന്നാടാ നീ പറയുന്നത്? ഒരു ദിവസത്തിൻ്റെ മൂപ്പല്ലേ ഉള്ളൂ. ഇവനത് ഒരു പ്രശ്നമല്ല, ആണോടാ മഹി? അമ്മമ്മ അവന് നേർക്ക് നോക്കി. ഒന്നല്ല, ഒരു 10 വർഷം മൂത്തതാണെങ്കിലും കുഴപ്പമില്ലെന്ന മട്ടിൽ അവൻ തലകുലുക്കി. കണ്ടോ, അതുപോലെ തന്നെ ഇവൾക്കും പ്രശ്നമില്ല ഇല്ലേടി? ആമ്പൽ എതിർത്ത് എന്തോ പറയാൻ ശ്രമിച്ചതും അച്ചമ്മ അവളെ നോക്കി കണ്ണുറുകി. അതോടെ അച്ചമ്മ കാര്യമായിട്ടെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് കരുതി അവളും തലകുലുക്കി. ഇതേ കണ്ടല്ലോ എല്ലാവരും. ഇനിയിപ്പോൾ കൂടുതലൊന്നും ആലോചിക്കാനില്ല. നാളെ തന്നെ ആ ചെക്കൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ പറയണം. തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്. അതിന് എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ചെയ്യുകയും വേണം. വിജയൻ എന്ന് പറയുന്നു. കൂട്ടത്തിൽ ഏറ്റവും മൂത്തത് മഹിയുടെ അച്ഛനായതുകൊണ്ട് ചോദ്യം പുള്ളിയോടായിരുന്നു. പിള്ളേർക്ക് അതാണ് താല്പര്യമെങ്കിൽ പിന്നെ എന്തു പറയാനാ? അച്ഛൻ കൈമലർത്തി. എന്നാലും ഒന്നുകൂടെ ആലോചിച്ചിട്ട് പോരെ? ആ പയ്യൻ്റെ വീട്ടുകാരോട് എന്ത് പറയുമെന്നാണ്. അവർ ചിലപ്പോൾ നഷ്ടപരിഹാരം ചോദിച്ചെന്നും വരാം. വിനയൻ പറഞ്ഞത് കേട്ട് എല്ലാവരും വീണ്ടും അമ്മമ്മയെ നോക്കി. നഷ്ടപരിഹാരം ചോദിച്ചാൽ കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. അത് ഞാൻ ഏറ്റു. നിങ്ങൾ പിള്ളേരുടെ കല്യാണത്തിൻ്റെ കാര്യം നോക്കും. മണിക്കുട്ടിക്കുള്ള ആഭരണങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞതല്ലേ? ഇനി മണിക്കുള്ള ഡ്രസ്സുകളും കൂടി എടുക്കണം. കല്യാണപ്പുടവയും വേറൊന്ന് വാങ്ങണം. നാളെ തന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അമ്മേ, പിള്ളേരുടെ ജാതകം ഒന്ന് നോക്കണ്ടേ? അമ്മാവൻ അവസാനമായിട്ട് ചോദിച്ചു.
അതൊക്കെ ഞാൻ പണ്ടേ നോക്കിയിട്ടുള്ളതാടാ. നീ കല്യാണത്തിൻ്റെ കാര്യങ്ങൾ അടുപ്പിക്കാൻ നോക്ക്. അതും പറഞ്ഞ് അമ്മമ്മ എഴുന്നേറ്റു. എല്ലാവരും ചേരിതിരിഞ്ഞ് വീണ്ടും ചർച്ചകൾ ആരംഭിച്ചപ്പോൾ ആമ്പൽ അച്ചമ്മയോടൊപ്പം മുറിയിലേക്ക് ചാടിക്കേറി. അച്ചമ്മ ഇതെന്തു പണിയായി കാണിച്ചത്? കല്യാണം മുടക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നടത്താനാണോ അച്ചമ്മയുടെ ഉദ്ദേശം? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അവനെങ്ങാനും എന്നെ കെട്ടിയാൽ അവൻ്റെ 16 കോടി എല്ലാവരും കൂടേണ്ടി വരും. ഡീ. അച്ചമ്മ സ്വരം കടുപ്പിച്ചതോടെ അവൾ ഒന്ന് പരുങ്ങി. അവന് നിന്നെ ജീവനാണെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? അച്ചമ്മയുടെ വായിൽ നിന്നും വീണ വാക്കുകൾ കേട്ട് അവൾ വാപിടിച്ചു നിന്നു. നീ ഇങ്ങനെ ഇടിവിട്ട് കൊണ്ടുപോകുന്ന പോലെ നിന്നിട്ട് കാര്യമില്ല. അവന് നിന്നെ ഇഷ്ടമാണ് കൊച്ചേ. ഇനിയിപ്പോൾ ഈ കല്യാണം നടന്നില്ലെങ്കിലും നിന്റെ അച്ഛനും അമ്മയും കൂടി ഏതെങ്കിലും ഒരുത്തിനെ കണ്ടുപിടിച്ച് നിന്നെ കെട്ടിക്കും. അതെനിക്കുറപ്പാണ്. ഇവനാകുമ്പോൾ ബുദ്ധി കുറവാണെങ്കിലും ആളൊരു പൊട്ടനാ. നിന്നോടവന് സ്നേഹം കൂടി ഉള്ളതുകൊണ്ട് നിനക്കവനെ വരച്ച വരയിൽ നിർത്താൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആലോചിച്ചപ്പോൾ ഈ കല്യാണം നടക്കുന്നതാണ് എന്തുകൊണ്ടും നിനക്ക് നല്ലത്. നീ അവനെ ഭർത്താവിൻ്റെ സ്ഥാനത്തൊന്നും കാണണ്ട. അവൻ ഇവിടെ എവിടെയെങ്കിലും കാള കടിച്ച് നടന്നോളൂ. അതുകൊണ്ട് കൂടുതൽ ആലോചിച്ച് തലമുണ്ടാക്കണ്ട. മോള് ചെല്ല്. ആകെ മൊത്തം കൺഫ്യൂഷനിൽ ആക്കിയ ശേഷം അച്ചമ്മ അവളെ പുറത്താക്കി വാതിലടച്ചു. പുറത്ത് വേൾഡ് റെസ്ലിംഗിൽ 1ാം സ്ഥാനം കിട്ടിയവനെ പോലെ കീർത്തിയുടെയും നേത്രയുടെയും നടുവിൽ നിൽക്കുകയായിരുന്ന മകി അവളെ കണ്ട് വെളുക്കെ ചിരിച്ചു. ഈ കഴിവേറിക്ക് എന്നോട് പ്രണയമായിരുന്നു. അൺബിലീവബിൾ. അച്ചമ്മ പറഞ്ഞത് വിശ്വസിക്കുവാനാവാതെ അവൾ അവനെയും നോക്കി നിന്നു. കിളിമാറിയ അവളുടെ നിൽപ്പ് കണ്ടിട്ട് പറയാൻ മടിച്ച പ്രണയം അവളുടെ കണ്ണുകളിലൂടെ തന്നിലേക്ക് ഒഴുകിയെത്തുകയാണെന്ന് വിചാരിച്ച് അവൻ അവളെ നോക്കി കണ്ണൊന്നു ചിമ്മി. അവൻ്റെ ഒരു കണ്ണിറുക്കൽ. ഇവനെ ഇന്ന് ഞാൻ. അവളൊരു ചുവട് മുന്നോട്ട് വെച്ചതും കയ്യിലൊരു പിടി വീണു. അച്ഛൻ. എങ്ങോട്ടാ? അച്ഛൻ്റെ ചോദ്യം കേട്ട് അവൾ വിലങ്ങനെ തലയാട്ടി. എങ്ങോട്ടുമില്ല. എന്നാ പോയി കിടക്കാൻ നോക്ക്. മതി. ഇനി ബാക്കിയെല്ലാം നാളെ കാലത്ത് വിശദമായി സംസാരിക്കാം. എല്ലാവരും തൽക്കാലം പോയി കിടന്നുറങ്ങാൻ നോക്ക്. നേരം വെളുക്കാറായി. വിജയൻ പറഞ്ഞതോടെ എല്ലാവരും എഴുന്നേറ്റു. മുറിയിലേക്ക് കയറി വാതിലടച്ച ആമ്പൽ മൊബൈൽ എടുത്തു നോക്കി. സാമാന്യം തരക്കേടില്ലാത്ത വിധത്തിൽ മുന്നിലെ സ്ക്രീൻ പൊട്ടിയിട്ടുണ്ട്. അവൾ അത് ഓൺ ചെയ്തു. ഭാഗ്യം, തെളിയുന്നുണ്ട്. ഓൺ ആയ മൊബൈലിലേക്ക് ആദ്യം വന്നത് മെസ്സേജ് നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു. വാട്സാപ്പ് തുറന്ന അവൾ അതിൽ നിഷയുടെ മെസ്സേജുകൾ കണ്ടതും തുറന്നു നോക്കി. ആമ്പലിൻ്റെ അയൽവാസിയും സഹപാഠിയും കളിക്കൂട്ടുകാരിയും ഒക്കെയാണ് നിഷ. കഴിഞ്ഞ 1 മണിക്കൂറായി വന്നുകൊണ്ടിരുന്ന നിഷയുടെ മെസ്സേജുകൾ വാട്സാപ്പിലിരുന്ന് അവളെ നോക്കി പല്ലിടിച്ചു. എന്തായി? നീ സ്റ്റേഷനിലെത്തിയോ? സൂരജ് എത്തിയോ? നിങ്ങൾ ട്രെയിൻ കയറിയോ? എന്താടി പോത്തെ മറുപടി അയക്കാത്തത്? എവിടെ എത്തി? കോപ്പേ, അവനെ കണ്ടതും ഫ്യൂസടിച്ച് പോയോടി. എന്താടി മിണ്ടാത്തത്? ഓ, ഇവളിതെവിടെ പോയി? എടീ കൂയി. എന്നാ പോയി ചാക് പുല്ല്. ഞാൻ കിടക്കാൻ പോകുന്നു. ഇനി എന്നെ വിളിച്ച ഒലക്കക്കടിക്കും ചൂലെ. ആമ്പൽ നിഷയുടെ ആ മെസ്സേജുകളിലേക്കും നോക്കിയിരുന്നു. ഈശ്വര, ഇനി ഇവളോടെന്ത് പറയും? ഈ ഊരാക്കുടുക്കിൽ നിന്ന് ഇനി ആര് രക്ഷിക്കും? കുറച്ചു നേരം കൂടി ആലോചിച്ചിരുന്നിട്ട് അവൾ രണ്ടും കൽപ്പിച്ച് നിഷയുടെ നമ്പർ എടുത്ത് വിളിച്ചു. അങ്ങേ തലയ്ക്കൽ ഫോൺ റിങ് ചെയ്യുന്നതും കേട്ടുകൊണ്ട് അവൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു. തുടരും.